It's been a long day without you, my friend, and I'll tell you all about it when I see you again. We've come a long way from where we began. Oh, I'll tell you all about it when I see you again. When I see you again. പ്രിയമുള്ളവരെ, മക്കളെ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഒരുപക്ഷെ ഇവിടെ പഠിച്ച നമ്മുടെ മക്കളെ പ്രചോദിപ്പിക്കാൻ, അവരുടെ നേട്ടങ്ങളിൽ അനുമോദിക്കാൻ ഒരു പ്രോഗ്രാം ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലുമില്ല. പക്ഷെ നമ്മളിത് ഇന്ന് യാഥാർത്ഥ്യമാക്കുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് വിശിഷ്ടാതിഥിയായിട്ട് പ്രിയപ്പെട്ട ശ്രീ VG രവീന്ദ്രനാഥ് സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം സിയാലിൽ സെക്യൂരിറ്റി വിങ്ങിൻ്റെ സീനിയർ മാനേജറാണ്. ഇപ്പോൾ ഡെപ്യൂട്ടേഷനാണ് സിയാൽ വർക്ക് ചെയ്യുന്നത്. സെപ്റ്റംബറിൽ സാറ് SP ആയിട്ട് പ്രൊമോഷനാകും. നമുക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു കുട്ടികൾക്ക് പ്രചോദനം ആകുന്ന ഒരു ചീഫ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സാർ എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് സാറിനെ സ്വാഗതം ചെയ്തു. ഈ പ്രോഗ്രാം വിശ്വാസത്തിലേക്ക് പ്രിയപ്പെട്ട ബിജുവിനെ ക്ഷണിക്കുന്നു. നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. ജീവിക്കുവാനായ അനുഗ്രഹിക്കണമേ ജീവാധിനായക സർവേശ്വര, ജീവാധിനായക സർവേശ്വര, ജീവാധിനായക സർവേശ്വര. നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ VG രവീന്ദ്രനാഥ് സാറിനെ നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്തു. ഇന്ന് നമ്മുടെ കുട്ടികളാണ്, ഞങ്ങളുടെ പൊന്നോമനകളാണ്. നിങ്ങളെ ഈ പരിപാടിയിലേക്ക് ആദരിക്കാനും സ്നേഹിക്കാനുമാണ് ഞങ്ങൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നിങ്ങളെ ഈ പരിപാടിയിലേക്ക്, ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കൂട്ടുകാരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നല്ല വാക്കുകൾ കേൾക്കാൻ നിങ്ങളേറെ കൊതിയോടെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ആ വാക്കുകൾക്ക് തുടർന്ന് നമ്മുടെ സമ്മാനം വിശിഷ്ട അതിഥിയെ സംസാരിക്കുന്നതിനും തുടർന്ന് സമ്മാനം നൽകുന്നതിലേക്കുമായി സ്ഥാപിക്കുന്നു. അവർക്ക് വേണ്ട സംരക്ഷണമൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നു. അവരിൽ നിന്ന് നിങ്ങളുടെ സ്നേഹവും ബഹുമാനവും അനുസരണയും ഒക്കെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അവരെ മുന്നോട്ട് നടത്തി ഇതെൻ്റെ മക്കളാണെന്ന് നിങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന നിങ്ങളുടെ മക്കൾ, അതിനുവേണ്ടിയുള്ള പ്രയത്നം, നിങ്ങൾ ചെയ്ത ആ കഠിനാധ്വാനം, അല്ലെങ്കിൽ അമ്മമാരായിരിക്കുമ്പോൾ പിന്നെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ മക്കളെ വളർത്തി, അല്ലെങ്കിൽ അച്ഛന്മാരായിരിക്കുമ്പോൾ നഷ്ടപ്പെട്ട അവസരങ്ങൾ, സുഹൃത്ബന്ധങ്ങൾ, സുഹൃത്തുക്കളോട് കൂടെ ചേർന്ന് പിന്നെ ചെലവഴിക്കേണ്ട സമയം IPS വിജയം നേടണം. അത് ആ ആഗ്രഹം ഉള്ളിൽ ഉണ്ടാവണം, വെറുതെ ഉണ്ടാവില്ല. അതൊരു നെരുപ്പോട് പോലെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാത്ത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, മറ്റുള്ളവർ, നിങ്ങളുടെ അഭ്യുതകാംക്ഷികൾ. അങ്ങനെ അവർ തെളിയിക്കുന്ന മാർഗങ്ങൾ അവരൊക്കെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് ഈ മാർഗപ്രദേശങ്ങളിൽ അവർ ഉപയോഗിച്ചിരിക്കുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ. ഐശ്വര്യ ബിനീഷ്, വർണ്ണം വിതറിയ വാനിൽ മരിയ ബിനു, ആടാം പാടാം ഒന്നാകാമെന്നാളും ഉടലുകൾ പലതെന്നാലും സാറ കെ ബിജു, ക്രിസ്റ്റിൻ ഷാൽവി, ജോസ്ന സാബു, കീർത്തന, പോർഗൽജി, ഹാർഡി,
മിഥുൻ മുരളി, ജോബിൻ ഷിബു, പല്ലവി, അഭിജിത്ത്, ഏബൽ, ശിവപ്രിയ ടി എം, ശിവപ്രിയ, കൂട്ടുകാരെ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ഒരു തലമുറയുടെ വ്യത്യാസം അവസാനിപ്പിക്കട്ടെ എന്നെ ഏൽപ്പിച്ച ബ്യൂട്ടി എന്ന് പറയുന്ന നന്ദി പറയുന്നു. അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയ ബിജു അത് ഏറ്റവും നന്നായി ചെയ്തു, സമയങ്ങളെ ചിലവഴിച്ചു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ കൂടി എന്ന ആ ഒരു കൂട്ടായ്മയുടെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത് മുഖ്യ അതിഥിയായി വന്ന ശ്രീ VG രവീന്ദ്രനാഥ് സാറ് സമയക്കുറവ് മൂലം കടന്നുപോയിട്ട് നന്ദി പറയുന്നു. കടന്നു വരുവാൻ നിങ്ങളുടെ സമയം ഞങ്ങൾ എന്താ പറയുന്നത്, പലപ്പോഴും ബോറടിപ്പിച്ചു. ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഞങ്ങളുടെ സമയത്ത്, ഇത് നിങ്ങൾക്കും ഈ സമയത്ത് തോന്നുന്നുണ്ടാവും അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേഷണൽ ഷിഫ്റ്റിൻ്റെ വിഷയമാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ പരസ്പരം മുഖാമുഖം കാണുന്നത് പോലെ ഞങ്ങൾ അങ്ങനെയും സർവീസിനോട് അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ കൂടി വന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു. ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. മനസ്സിന് മറയില്ല, സ്നേഹത്തിനതിരില്ല, ഇനി നമ്മൾ പിരിയില്ല. We are friends. പുസ്തകത്താളുകളിൽ അക്ഷരത്താളുകളെ ഒന്നായി തുറന്നിടും. We are friends. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും നിന്റെ സ്വരം. സൗഹൃദങ്ങൾ പങ്കുവെച്ചേ ഹൃദയവാതിൽ നാം തുറന്നേ. പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാം. ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാം. ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം. നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം. നിൻ വാക്കുകളിൽ ഞാൻ കേൾക്കും നിന്റെ സ്വരം.
സ്നേഹമേ നീ ഉടനിവർത്തി പൊൻവസന്തം നീ വിടത്തി മൗനമായും നെഞ്ചിനുള്ളിൽ ആ സുഗന്ധം നീ പരത്തി നിന്റെ കാണാത്ത കനവെന്റെ കവിളിൽ തൊട്ടു എന്നിൽ മായാത്ത സ്വപ്നങ്ങൾ ചിറകണിഞ്ഞു ഈ അണയാത്ത സ്നേഹത്തിനതിരില്ലാതെ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം സ്വർഗങ്ങളെ